വാവായൻ സ്നേഹനാഥാ, ഹായൻ ഹൃദയം തേടിടും സ്നേഹമേ, വാവായൻ യേശുനാഥാ, വാവായൻ
പൊഴിയുന്നത് പോലും ഞാൻ അറിയുന്നുണ്ട്. ഇതാ നിന്റെ തലയിൽ നിന്നൊരു മുടിയിഴ കൊഴിയുന്നത് നീ അറിയുന്നില്ല. പക്ഷെ അതുപോലും അറിയുന്ന നിന്റെ കർത്താവ് അറിയാത്തതല്ല നിന്റെ കണ്ണുനീരിന്, നിന്റെ മനം വേദനിക്കുവാൻ കാരണമാകുന്ന പ്രശ്നങ്ങൾ. അതിനാൽ മകനെ, മകളെ, ഈ രാത്രിയിൽ ഈശോയിലേക്ക് കൊടുത്ത് ഈശോയിലേക്ക് നോക്കി നീ പ്രാർത്ഥിക്ക്. കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്ക്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവം നിൽക്കുന്നത് കണ്ണുനീരിന്റെ പ്രാർത്ഥനയിലാണ്. ഹാഗാർ കരഞ്ഞു, കർത്താവ് കേട്ടു. ഹെസക്കിയ കരഞ്ഞു, അവന്റെ കണ്ണുനീര് കർത്താവ് കണ്ടു. വിധവ കരഞ്ഞു, കർത്താവ് പെട്ടെന്ന് നിന്നു. ബർത്തിമിയോസ് നിലവിളിച്ചു, കർത്താവ് പെട്ടെന്ന് നിന്നു. ഇതാ ഉദ്ധാനം ചെയ്ത ക്രിസ്തു ചോദിക്കുന്നു, സ്ത്രീയെ എന്തിനാണ് കരയുന്നത്? നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. വെളിപാടിന്റെ പുസ്തകം 21, ഞാൻ അവരുടെ മധ്യവസിക്കും, അവരുടെ മിഴികളിൽ നിന്ന് ഞാൻ കണ്ണുനീര് തുടച്ചു മാറ്റും. നിന്റെ കണ്ണുനീര് കണ്ടാൽ നിന്റെ കർത്താവിന് നിന്നെ വിട്ടു പോകാൻ പറ്റില്ല. ഇതാ എന്റെ നാമം ഞാൻ നിങ്ങൾക്ക് നൽകി. ഈ നിമിഷം യേശുനാമത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകനിലും മകളിലും ഇപ്പോൾ തന്നെ പിതാവായ ദൈവം യേശുവിലൂടെ വാഗ്ദാനം ചെയ്ത അത്ഭുതം, വിടുതൽ നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. കരങ്ങളെല്ലാവരും ഉയർത്തുക. എവിടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, ഈ ലോകത്തിന്റെ ഏത് കോണിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, ഇപ്പോൾ ഈശോ നിന്നെ അറിയുന്നു. നിന്റെ മനസ്സിലെ സകല നൊമ്പരങ്ങളും അറിയുന്ന കർത്താവ് ഈ നിമിഷം നീ നിലവിളിച്ച് പ്രാർത്ഥിക്ക്. എന്റെ ഈശോയെ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. 2016 വർഷങ്ങൾക്ക് മുമ്പ് ബർത്തിമിയോസിന്റെ മുമ്പിലൂടെ കടന്നുപോയ കർത്താവ് ഇതാ ഇപ്പോൾ നിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആദരം തുറന്ന് സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതം. കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈശോ തൊടട്ടെ. ഈശോ കടന്നു വരുന്നു. ഈശോ വിടുതൽ നൽകുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. യേശു ഇപ്പോൾ കടന്നു വരുന്നു നിന്റെ അടുത്തേക്ക്. കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എന്റെ ഈശോയെ എന്ന് പ്രാർത്ഥിക്കട്ടെ. യേശു കടന്നു വരുന്നു. യേശു തൊടുന്നു. ഇവിടെ നിൽക്കുന്ന അനേകം മക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം പേര് ഈശോ വിശദീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം. യേശുവേ എന്ന് വിളിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ നാമത്തിൽ, യേശുവിന്റെ 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 നാമത്തിൽ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈശോയെ സമർപ്പിക്കുന്നു. സകല മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാലാഖമാരോട് ചേർന്ന് അനേകം പേര്, ദിവ്യകാരുണ്യത്തിൽ നിൽക്കുന്ന അനേകം പേരോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് എല്ലാവരും ഈശോയെ ആരാധിച്ചേ ശക്തിയോടെ. ഉണർവോടെ കരപിടിച്ച് ശക്തിയോടെ കരപിടിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് എല്ലാ ദൈവമക്കളും ചേർന്ന് ശക്തിയോടെ ഈശോയെ, എന്റെ രോഗത്തിൽ നിന്ന്, എന്റെ വേദനയിൽ നിന്ന് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്ന് അനേകം മക്കളോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ശക്തിയോടെ കരമുയർത്തി കരമുയർത്തി യേശു വിടുതൽ നൽകട്ടെ. യേശു കടന്നു വരട്ടെ. രക്തം ചിന്തി ആരാധിച്ചപ്പോ കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കും. ചേർന്ന് ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കും.
പ്രാർത്ഥിക്കാം. ഈശോയെ, മാലാഖമാരോട് ചേർന്ന്, അപ്പസ്തലന്മാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം. പ്രാർത്ഥിക്കാം. കരങ്ങൾ താഴ്ത്തി. ആദ്യ സഭവാളിൻ മുമ്പിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കും. ചേർന്ന് ആദ്യ സഭവാളിൻ മുമ്പിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കും. കരങ്ങളുയർത്തി ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ശക്തിയോടെ കരമടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ദൈവ പൈതലിന്റെ സ്വാതന്ത്ര്യത്തോടെ ശക്തിയോട് ആരാധിക്കാം. ചേർന്ന് പാടാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആരാധമാരൊന്നിച്ച് ആരാധിക്കാം. കരങ്ങളുയർത്തി ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിശക്തിയോട് ആരാധിക്കാം. ഹല്ലേലൂയ, കരങ്ങളുയർത്തി കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശോയെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ലോകത്തിൽ നിന്ന് അവരെ അങ്ങ് എടുക്കണമേ എന്നല്ല, ദുഷ്ടരിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കരങ്ങളെല്ലാവരും ഹൃദയത്തോട് ചേർക്ക്. ഹെസക്കിയായോട് ദൈവം പറഞ്ഞു, നിന്റെ ഭവനത്തെ ക്രമീകരിക്കുക. ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, മോനെ മോളെ, നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവം തന്നതെല്ലാം, നിന്റെ ജീവിതത്തിൽ ദൈവം ആശീർവദിച്ചതെല്ലാം, നിന്റെ ജീവിതത്തിൽ ദൈവം ഇഷ്ടപ്പെട്ടതെല്ലാം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തിന്മ, ഇതാ ആ തിന്മയെ നീ എതിർക്കുക. വചനം ഓർമ്മിപ്പിക്കുന്നു, ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം എഫെസസുകാർക്ക് എഴുതിയ ലേഖനം, പൗലോസ്ലീഹ എഫെസസുകാർക്ക് എഴുതുന്നു, 6-ാമത്തെ അധ്യായം 10-ാം തിരുവചനം, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചേർത്ത് നിൽക്കുവാൻ, എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ തകർക്കുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കുവിൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. കരങ്ങളെല്ലാവരും ഹൃദയത്തോട് ചേർക്കുക. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഇതാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ, ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹം നമ്മൾ ധ്യാനിച്ചു. ദാമ്പത്യ ജീവിതം ദൈവം ആശീർവദിച്ചതാ. ഒരു കുടുംബത്തിൽ ഒരു കാലഘട്ടത്തിലേക്കല്ല, തലമുറകളിലേക്ക് ദൈവം നൽകിയ അനുഗ്രഹമാണ് ദാമ്പത്യം. മക്കള് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവത്തിന്റെ രക്ഷാകര ഇടപെടല്, പൗരോഹിത്യം, സമർപ്പിത ജീവിതം, ഇതാ ഭവനം, എല്ലാം ദൈവം നൽകിയ അനുഗ്രഹമാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, ഈ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മുഴുവനും നശിപ്പിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ ശക്തിയുണ്ട്. ദൈവത്തിന്റെ മകന്റെ ജീവിതം നോക്കി പിശാച് പറയുന്നില്ലേ, ജോബിനും ജോബിന്റെ ഭവനത്തിനും അവന്റെ വസ്തുവകകൾക്കും നീ വേലി കെട്ടി സംരക്ഷണം നൽകുകയല്ലേ. ഇതാ ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണമുണ്ട്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന സംരക്ഷണം അനുഭവിക്കാൻ പറ്റുന്നത് ആ ദൈവമകൻ, ആ ദൈവമകൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഇന്ന് ആ ദൈവാനുഭവം കടന്നു വരുന്ന, ദൈവാനുഗ്രഹം കടന്നു വരുന്ന മാർഗങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ, വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, കൂദാശകളോട് ചേർന്ന് നിൽക്കുമ്പോൾ, സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ, കുടുംബത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ജീവിത പങ്കാളിയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവം ഒരുക്കിയ ബന്ധങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ബന്ധങ്ങളെയൊക്കെ വിട്ടു പുറത്തു പോകുമ്പോൾ, ഒരു കുടുംബത്തിൽ ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ ബന്ധം, ദാമ്പത്യ ബന്ധം, ആ ബന്ധത്തെ വിട്ടു പുറത്തു പോകുമ്പോൾ അവിടെ ദൈവിക ഇടപെടലില്ല. ഒരു കുഞ്ഞ് അവന്റെ മാതാപിതാക്കളെ അനുസരിക്കാതെ വിട്ടുപോകുമ്പോൾ അവിടെ ദൈവിക ഇടപെടൽ നഷ്ടപ്പെടുക എന്നേക്കുമായി. ഒരു പുരോഹിതൻ അവൻ ബഹുമാനിക്കേണ്ട, അവൻ അനുസരിക്കേണ്ട, അവൻ നിൽക്കേണ്ട ഇടങ്ങളെ മറന്നുകൊണ്ട് അവൻ ധിക്കാരപൂർവ്വം നടക്കുമ്പോൾ ദൈവിക ക്രമീകരണം നഷ്ടപ്പെടുകയാണ്. അതിനാൽ ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കുക, ദൈവമേ ശക്തി നൽകണേ. വചനം പറയുക, ഇതുവരെ നമുക്ക് ദോഷകരമായിരുന്ന സകല ലിഖിത നിയമങ്ങളെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അവരുമായിട്ടുണ്ടാക്കുന്ന രക്തം കൊണ്ടുള്ള ഉടമ്പടി നിമിത്തം ജലരഹിതമായ കുഴിയിൽ നിന്ന് ഞാൻ അവരെ മോചിപ്പിക്കും. സക്രിയ 9. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സക്രിയ 2:5, ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ട് കോട്ട കെട്ടി അവരുടെ മധ്യത്തിൽ മഹത്വമായി പ്രകാശിക്കും. ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തട്ടെ, ഇരുകരങ്ങളും ഉയർത്തട്ടെ. കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, മക്കളെ സമർപ്പിക്കുക, ജീവിത പങ്കാളിയെ സമർപ്പിക്കുക, ഈശോയുടെ തിരുരക്തത്തിന്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി ദൈവമേ, ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. കരങ്ങൾ ഉയർത്തി ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുക, ഈശോയേ, ഈശോയേ, എന്റെ ജീവിതവും എനിക്കുള്ളതും നിന്റെ ദാനമാണെന്ന് ഏറ്റുപറയുന്നു. എന്റെ ജീവിതം, എന്റെ കുടുംബം, എന്റെ ആരോഗ്യം, എനിക്കുള്ളത് മുഴുവനും അങ്ങ് നൽകിയതാണെന്ന് ഏറ്റുപറയുന്നു. ഈശോയേ, ഈശോയേ, ഇന്നലകളിൽ എന്റെ ജീവിതം വഴി എന്നിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് തിന്മ കടന്നുവെന്നുവെങ്കിൽ യേശുനാമത്തിൽ, യേശുവിന്റെ തിരുരക്തത്തിന്റെ യോഗ്യതയിൽ ഞാൻ കൽപ്പിക്കുന്നു, എല്ലാ തിന്മകളും തിന്മയുടെ സ്വാധീനങ്ങളും വിട്ടുപോകട്ടെ. പാപവും പാപമാർഗങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു. ഈശോയേ, ഈശോയേ, ഈശോയോട് ചേർന്ന് നിൽക്കാൻ കൃപ നൽകണമേ. ഈശോയോട് ചേർന്ന് നിന്നുകൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് സകല തിന്മകളും വിട്ടുപോകാൻ യേശുവിന്റെ തിരുരക്തത്തിന്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം കരഞ്ഞു പ്രാർത്ഥിക്കുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ വിടുതൽ, ഇപ്പോൾ തന്നെ വിടുതൽ കിട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയിൽ സകല തിന്മകളും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശോയെ, പൗരോഹിത്യ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു, സഭയുടെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിന്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഈ മക്കളിൽ നിന്ന് എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ഈശോയുടെ നാമത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി, കരമടിച്ച്, ശക്തിയോടെ കരമടിച്ച്, എല്ലാവരും ചേർന്ന്, എല്ലാവരും ചേർന്ന് അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച്, വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ.
ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ, യുവാക്കളെ, യുവതികളെ സമർപ്പിക്കുന്നു. തെറ്റായ ബന്ധങ്ങളിൽ കഴിയുന്നവരെ, ജഡിക പാപങ്ങളിൽ കഴിയുന്നവരെ, ലഹരിയുടെ അടിമതത്തിൽ കഴിയുന്നവർ ഈ നിമിഷം വിടുതൽ പ്രാപിക്കട്ടെ. ദാമ്പത്യ ജീവിതത്തിൽ തകർക്കുന്ന തിന്മകൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. ശക്തിയോടെ ഒന്ന് കരപിടിച്ചേ. എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി, ജയക്കൊടി. വചനമവാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി, ജയക്കൊടി. വചനമവാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. കരങ്ങൾ ഉയർത്തി കരപിടിച്ച് എല്ലാ ദൈവമക്കളും ഈശോയെ, ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞിനെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ, ശാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ വചനത്തിന്റെ യോഗ്യതയാൽ, യേശുവിന്റെ തിരക്കത്തിന്റെ യോഗ്യതയാൽ, വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ ഈശോയെ വിട്ടുപോകാൻ പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ കരമുയർത്തി കരമടിച്ച് പ്രാർത്ഥിക്കുക എല്ലാ ദൈവമക്കളും. കരങ്ങൾ താഴ്ത്തി. രോഗത്തിന്റെ, ഭയത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുപോകാൻ. പാപത്തിന്റെ, രോഗത്തിന്റെ, ഭയത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുപോകാൻ. ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി, ജയക്കൊടി. വചനമവാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി, ജയക്കൊടി. വചനമവാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. കരങ്ങൾ താഴ്ത്തി കരമടിക്ക്, ശക്തിയോടെ കരമടിക്ക്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക. ഈശോയെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളും തിന്മയുടെ സ്വാധീനങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. സഭയുടെ അധികാരത്തിൽ വചനം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാരകീയ ശക്തികൾ തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. ഈ വചനത്തിന്റെ ശക്തിയിൽ എല്ലാ സഭാമക്കളുടെ മേലും പരിശുദ്ധാത്മ ശക്തിയുടെ അഭിഷേകം, വിടുതലിന്റെ ശക്തിയുടെ അഭിഷേകം കടന്നു വരട്ടെ. കരമുയർത്തി കരമടിച്ച് പ്രാർത്ഥിക്കട്ടെ. ശക്തിയോടെ കരമുയർത്തി കരമടിച്ച് എല്ലാവരും ചേർന്ന് കോപത്തിന്റെ, കലഹത്തിന്റെ, മോഹത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുപോകാൻ. കോപത്തിന്റെ, കലഹത്തിന്റെ, മോഹത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുപോകാൻ. ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയർത്തെ യേശുവിൻ ജയക്കൊടി, ജയക്കൊടി. വചനമവാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി, ജയക്കൊടി. വചനമവാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം.
കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഇരിക്കുക. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുക. ശിരസ് മുതൽ കാൽപാദം വരെ ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ രോഗത്തെ ഈശോയ്ക്ക് ഇപ്പോൾ സമർപ്പിക്കുക. ഇപ്പോൾ ഈശോയുടെ കുരിശിലേക്ക് സമർപ്പിക്കുകയാണ്. ഇടതുകര ഹൃദയത്തോട് ചേർക്കുക. വലതുകരം ദിവ്യകാരൻ ഈശോയിലേക്ക് നീട്ടുക. എവിടെ നിൽക്കുന്ന മകനും മകളുമാണെങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എവിടെ ലോകത്തിൻ്റെ എവിടെ ഇരിക്കുന്ന മകനും മകളുമാണെങ്കിൽ ഇപ്പോൾ അത് കുർബാനയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വചനം ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നീ ആ വചനം ഓർക്കുക. 1 യോഹന്നാൻ 2:2 അവിടുന്ന് നിങ്ങൾക്കുള്ള പരിഹാര ബലിയ. ഈ വിശുദ്ധ കുർബാനയിൽ നിനക്കുള്ള ഉത്തരവുണ്ട്. ഇതാ ലാസർ രോഗിയാണെന്ന് കേട്ടപ്പോൾ ആ സഹോദരിമാർ ഈശോയുടെ അടുത്തേക്ക് ആളയച്ചു. ഈശോ പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ഇത് ദൈവമഹത്വത്തിനുള്ളതാണ്. നിന്റെ ഈ രോഗത്തിൽ ഈശോയ്ക്ക് ചിലത് പറയാനുണ്ട്. ഈ രോഗത്തിലൂടെ ദൈവം നിന്റെ കുടുംബത്തിൽ ചില വിശുദ്ധീകരണം കൊണ്ടുവരുവാനുണ്ട്. ഈ രോഗത്തിലൂടെ ദൈവത്തിന് ചില മേഖലകളിൽ നിന്റെ കുടുംബത്തിൽ മഹത്വപ്പെടാനുണ്ട്. നീ ചിലപ്പോൾ ചിന്തിക്കുന്നു, എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, ഈ രോഗം വിട്ടുപോകുന്നില്ലല്ലോ. അതിന് കാരണം ഇതാണ്, ആ രോഗത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന മഹത്വം കടന്നു വരണം. അതിനാൽ വലതുകരം കുർബാനയിലേക്ക് നീട്ട്. ഇപ്പോൾ രോഗത്തെ ശിരസ് മുതൽ കാൽപാദം വരെയുള്ള രോഗം ഈശോയെ കൊടുത്തു പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈശോയുടെ തിരുരക്തം ഒഴുകുകയാണ്. ശിരസ് സംബന്ധമായ രോഗങ്ങൾ സമർപ്പിക്കുക. തോള്, ശരീരം, ഹൃദയഭാഗം, ഹൃദയത്തിൻ്റെ വാൽവ്, ഹാർട്ടിന് കംപ്ലൈൻറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ലിവറിന് സംബന്ധമായ രോഗങ്ങൾ സമർപ്പിക്കുക. ക്യാൻസർ രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഈശോ തൊട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റെല്ലാ മുട്ടുകാലിൻ്റെ വേദന, നടുവിന് വേദന, ഇതാ രോഗാവസ്ഥയിൽ നിനക്കൊന്നും സാധ്യമല്ല. വലതുകരം ഉയർത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുക. ഈശോയേ ഈ രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, ദൈവത്തിന്റെ മഹത്വത്തിനുള്ളതാണ്. ഈശോയെ, വിശുദ്ധ കുരിശിലെ തിരുമുറിവുകളിൽ എൻ്റെ രോഗത്തെ സമർപ്പിക്കുന്നു. തിരുക്കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുച്ചോരത്തുള്ളിയാൽ ഈശോയെ ഈ രോഗത്തെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരവും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാടി പ്രാർത്ഥിക്ക്. 1 തൊട്ടാലും നാഥ സൗഖ്യം തന്നാലും. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. കണ്ണുകളെ തുറന്ന് ദിവ്യഗാനത്തിലേക്ക് നോക്ക്. വചനം ഓർമ്മിപ്പിക്കുന്നു, നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നിന്റെ കുടുംബത്തിലോ നിന്റെ വ്യക്തി ജീവിതത്തിലോ നിനക്ക് താങ്ങാൻ പറ്റാത്ത നൊമ്പരങ്ങളുണ്ട്. അത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ ഉയർത്ത്. ഇപ്പോൾ മകനെ, മകളെ, നിന്റെ കുടുംബത്തിൽ ഒരു പക്ഷേ ഇതൊന്നും മാറിപ്പോയിരുന്നുവെങ്കിൽ നീ ആഗ്രഹിക്കുന്നുണ്ട്, നീ സമർപ്പിക്കുക. നിന്റെ കുടുംബത്തിലെ പ്രശ്നം ജീവിത പങ്കാളിയോർത്തുള്ള ദുഃഖമാകാം, മക്കളെ ഓർത്തുള്ള ദുഃഖമാകാം. ഈ രാത്രി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഇതാ ഈശോ കൈനീട്ടി നിൽക്കുന്നു. 2 കൈയും നീട്ടി നിന്റെ നൊമ്പരം ഏറ്റെടുക്കാൻ, നിന്റെ വേദന ഏറ്റെടുക്കാൻ, നിന്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാൻ നിൽക്കുന്ന കർത്താവ് ഇതാ ഇപ്പോൾ നിന്റെ അടുത്ത് നിൽക്കുകയാ. നീ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തേ. ഈശോയുടെ കയ്യിലേക്ക് നീ നിന്റെ നൊമ്പരത്തെ കൊടുത്തേ. നിന്റെ വേദന ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇങ്ങനെ പാടി പ്രാർത്ഥിക്കുക. നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ പൂർണ്ണമായി ഉയർത്തി നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്ന നൊമ്പരം ഏതാണോ അത് പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നാഥ സമർപ്പിക്കുന്നു, നാഥ സമർപ്പിക്കുന്നു. ഈശോയെ
എന്നെ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, അങ്ങേതായി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നാഥ സമർപ്പിക്കുന്നു, നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, അങ്ങേതായി അർപ്പിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക കേട്ടോ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. കണ്ണുകളെ അടയ്ക്കുക. നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത സകല മേഖലകളെയും സമർപ്പിക്കുക. ജഡിക പാപങ്ങളുണ്ട്. ഒരുപക്ഷെ നീ ചിന്തിക്കുന്നു ആരും അറിയുന്നില്ല എന്ന്. ഓർക്കുക, നിന്നെ പിശാച് അവന്റെ സ്വന്തമാക്കി നിർത്തുന്ന ചില മേഖലകൾ നിന്റെ ശരീരത്തിലായിരിക്കാം, നിന്റെ ബുദ്ധിയിലായിരിക്കാം. നീ ആഗ്രഹിച്ചിട്ട് ഉപേക്ഷിക്കാൻ പറ്റാത്ത തിന്മകള് നിന്റെ കുടുംബത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ചില കുടുംബങ്ങളിൽ മദ്യപാനം, ചില കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയില്ല, ചില കുടുംബങ്ങളിൽ വിശുദ്ധ കുർബാന കടം പോലും നിൽക്കുന്ന കുടുംബങ്ങൾ. ഇതാ ചില വ്യക്തികളിൽ എത്ര ദൈവം പറഞ്ഞിട്ട് ഉപേക്ഷിക്കാൻ പറ്റാത്ത ജഡിക പാപങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു, നിന്റെ കുടുംബത്തെ തിന്മയുടെ ഭരണത്തിന് ഇതാ പിശാച് ഒരുക്കുന്നു. ഈ പാപം വഴി വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്ക്, ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്ക്. ഇതാ നിന്റെ ജീവിത പങ്കാളിയിൽ നീ ചില കുറവുകൾ കാണുന്നു, നിന്റെ മക്കളുടെ തെറ്റായ വഴികൾ, തെറ്റായ ബന്ധങ്ങൾ, അടിമത്തങ്ങൾ ഇതാ ജീവിതത്തെ തകർക്കുന്നു. ദൈവം നിനക്ക് നൽകിയ കുഞ്ഞുങ്ങളുടെ ഭാവി തകർക്കുന്നു. പ്രാർത്ഥിക്ക്, കരങ്ങൾ രണ്ടും ഉയർത്ത് പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്ക്. നിന്റെ വ്യക്തി ജീവിതത്തിൽ ഒരു പക്ഷേ നിനക്ക് മാത്രം അറിയാവുന്ന, നിനക്കും ഈശോയ്ക്കും മാത്രം അറിയാവുന്ന, മറ്റാർക്കും അറിയാൻ പാടില്ലാത്ത നൊമ്പരങ്ങളെ ഇപ്പോൾ ഈശോ വേരോടെ എടുത്തു മാറ്റുന്നു. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി പ്രാർത്ഥിക്ക്. ജഡിക പാപത്തിന് അടിമപ്പെട്ടവർ പ്രാർത്ഥിക്ക്. ഇതാ ചില അസ്വസ്ഥതകൾ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, ലഹരിയുടെ ബന്ധനം ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ കിട്ടുന്നു. യേശുവിന്റെ നാമത്തിൽ അനേകം വ്യക്തികൾക്ക് ഈ മേഖലയിൽ വിടുതൽ കിട്ടുന്നു. പ്രാർത്ഥിക്ക്, നാഥ നീ മാറ്റണമേ, എന്നെ നീ മാറ്റണേ. ചേർന്ന് പ്രാർത്ഥിക്ക്. നാഥ നീ മാറ്റണമേ, ചേർന്ന് പ്രാർത്ഥിക്ക്. എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേതായി മാറ്റണമേ. ഈശോയെ, എന്നെ മാറ്റണേ. പ്രാർത്ഥിക്ക്. എന്റെ ശുശ്രൂഷകളെ മാറ്റണേ, എന്റെ കുടുംബത്തെ നീ മാറ്റണേ, എന്നെ നീ മാറ്റണേ. എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേതായി മാറ്റണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർക്ക്. ലക്ഷങ്ങളുടെ കടബാധ്യത, വരുമാന മാർഗമില്ല, ജോലിയില്ല, കിട്ടുന്ന വരുമാനം മുഴുവനും പലിശ കൊടുത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബം, തകർന്നു കിടക്കുന്ന നിന്റെ കൃഷി മേഖല, ഇനി മുമ്പോട്ട് എങ്ങനെയെന്നറിയാതെ തകർന്ന് ആത്മഹത്യ എന്ന ചിന്ത പിശാച് കൊണ്ടുവരുന്നു. വചനം യോഹന്നാൻ 10:10, മക്കളെ, പിശാച് വരുന്നത്, കള്ളൻ വരുന്നത് മോഷ്ടിക്കാൻ, നശിപ്പിക്കാൻ, കൊല്ലാനാണ്. ഇതാ ദൈവം നിനക്ക് നൽകിയതെല്ലാം മോഷ്ടിച്ച്, ദൈവം നിനക്ക് നൽകിയതെല്ലാം നശിപ്പിച്ച്, ദൈവം നിനക്ക് നൽകിയ ആത്മാവിനെ സ്വന്തമാക്കാൻ നിന്നെ തിന്മയിലേക്ക്, മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന പിശാച് ഈ നിമിഷം സാമ്പത്തിക കടബാധയെ സമർപ്പിക്കാൻ ഈശോ പറയുന്നു. ഇതാ ലക്ഷങ്ങളുടെ കടബാധയുമായിട്ട് നിൽക്കുന്ന മക്കളുണ്ട്. ലക്ഷങ്ങളുടെ കടബാധ്യത. നിനക്ക് മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ല, നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. എന്നാൽ നീ ഓർക്കുക, നിന്റെ കർത്താവ് ചെങ്കടലിന്റെ മധ്യത്തിലൂടെ വഴി തീർത്ത കർത്താവാണ്. ആ കർത്താവ് ഈ രാത്രിയിൽ നിന്നോട് പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്റെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കാനാവാത്ത വിധം എന്റെ കണ്ണുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല.
ഇതാ വചനം ഓർമ്മിപ്പിക്കുന്നു, ഫിലിപ്പി 4:19, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളത് നൽകുന്നു. ഈ നിമിഷം കരങ്ങൾ ഉയർത്ത്, ഇരുകരങ്ങളും പൂർണ്ണമായിട്ട് ഉയർത്ത്. നിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക കടബാധ്യത, ജോലി മേഖലയിലെ തടസ്സം, വരുമാന മാർഗത്തിലെ തടസ്സം, വിദേശത്തേക്ക് പോകുവാനുള്ള തടസ്സം, ഈശോ ഇടപെടുന്നു. കരങ്ങൾ ഉയർത്തി പാടി പ്രാർത്ഥിക്ക്. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, അങ്ങേതായി അർപ്പിക്കുന്നു. ഇപ്പോൾ എത്ര ലക്ഷം രൂപ കടബാധ്യതയുണ്ട്? സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ജോലി മേഖല എന്താ നീ ഉദ്ദേശിക്കുന്നത്? സമർപ്പിക്ക്. വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുക. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മളിന്ന് വചനം കേട്ടപ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യം ഇതാ, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക. നമ്മൾ എന്നും നമ്മൾ പ്രാർത്ഥിക്കണം. എന്നും നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന വേണം. എന്നും കുർബാന വേണം. കുർബാന കാണാൻ സാഹചര്യം ഉണ്ടെങ്കിൽ കുർബാന കാണണം. കുടുംബ പ്രാർത്ഥന മുടക്കരുത്. കാരണം കുടുംബ പ്രാർത്ഥന മുടക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണം നഷ്ടപ്പെടുകയാണ്. ദൈവഭവനമല്ലാതെ മാറുകയാണ് നമ്മുടെ ഭവനങ്ങൾ. കർത്താവിൻ്റെ ഭവനമാണെങ്കിൽ ദൈവഭവനമെന്നാണ് കുടുംബത്തെ പറയുന്നത്. കുടുംബം ഗാർഹിക സഭയാണ്. സഭയിൽ പ്രാർത്ഥന വേണം. കുടുംബ പ്രാർത്ഥന മുടക്കരുത്. കുടുംബ പ്രാർത്ഥന മുടക്കുമ്പോൾ ഓർക്കണം, അത് തിന്മ പല കാരണങ്ങൾ കൊണ്ടുവരും. തിന്മയുടെ ആദ്യ പടിയാണ് ദൈവമാർഗത്തിൽ നിന്നൊക്കെ നമ്മെ മാറ്റുക. ഈശോയോട് ചേർന്ന് നിൽക്കുക. ഈശോയുടെ കരം പിടിച്ചു നടക്കുക. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഹൃദയത്തോട് ചേർക്ക്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഈ നിമിഷം ഈശോ നമ്മെ തൊടുകയാണ്. അനേകം മക്കളെ ഈശോ തൊട്ടനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നീ എവിടെ നിന്ന്, നിൻ്റെ മുറിയിൽ, നിൻ്റെ ബെഡ്റൂമിൽ, നിൻ്റെ രോഗക്കിടക്കയിൽ എവിടെ നിന്ന് നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു, ദൈവം നിന്നെ തൊടുന്നു. ദൈവം നിന്നെ ഇപ്പോൾ തൊടുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ അനേകം മക്കൾ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ നിമിഷം ഒരു വചനം ഓർക്കുക. ഇതാ ഈശോ ശിഷ്യന്മാരെ നിർബന്ധിച്ച് മറുകരയ്ക്ക് പറഞ്ഞു വിട്ടു. ഈശോ തനിച്ച് പ്രാർത്ഥിക്കാൻ പോയി. ഇതാ വഞ്ചി നടുക്കെത്തിയപ്പോൾ കാറ്റ് പ്രതികൂലമായിരുന്നു. ശിഷ്യന്മാര് ഇതാ പേടിച്ച് ഭയന്നു. തങ്ങൾ നശിക്കാറായെന്നവർ തിരിച്ചറിഞ്ഞു. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത വചനം, യേശു അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവരുടെ വഞ്ചി കടലിന് മധ്യത്തിലായിരുന്നു. നമുക്കറിയാം, കടലിന് മധ്യത്തിൽ അപകടത്തിൽപ്പെട്ടാൽ വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ല. ഓടിയെത്തി സഹായിക്കാൻ ആർക്കും പറ്റില്ല. ഇതാ അവര് നിലവിളിച്ചു. പക്ഷെ അടുത്ത വചനം, ഇതാ വെള്ളത്തിന് മുകളിലൂടെ യേശു അടുത്തെത്തി. ഹല്ലേലൂയ. ഇതാ നീ വിളിക്കുമ്പോൾ ആരും കേൾക്കാനില്ല. എന്നെ സഹായിക്കാൻ ആരുമില്ല. ഈ പ്രശ്നത്തിൽ എവിടുന്ന് ഉത്തരം വരും? നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, നിന്റെ സകല പ്രശ്നങ്ങളുടെയും മുകളിലൂടെ കർത്താവ് നിന്റെ അടുത്തെത്തുന്നു. കർത്താവ് നിന്റെ അടുത്തെത്തുന്നു. നീ വിശ്വസിച്ചാൽ മാത്രം മതി. ഈശോ അറിഞ്ഞിട്ടുണ്ട്. മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന ഈശോ അറിഞ്ഞു തൻ്റെ ശിഷ്യന്മാര് കടലിന് നടുവിൽ പ്രശ്നത്തിലാണെന്ന്. ഇതാ നീ, ഈശോ സ്നേഹിക്കുന്ന നീ, ഈശോയുടെ പ്രിയ പൈതലായ നീ പ്രശ്നത്തിലാണെന്ന് ഈശോയ്ക്കറിയാം. നീ ഒന്ന് നിലവിളിച്ചാൽ മതി. നിന്റെ കർത്താവ് നിന്റെ വെളിപ്പാട് അകലെയുണ്ട്. നിന്റെ സകല പ്രശ്നങ്ങളുടെയും മുകളിലൂടെ നിന്റെ ഈശോ, നിന്റെ പൊന്നു തമ്പുരാൻ നിന്റെ അടുത്തെത്തി നിന്നെ തൊടും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. രാത്രിയിൽ ഈശോ നിന്നെ കാണുന്നു. ഈശോയെ നീ കണ്ടു പ്രാർത്ഥിക്കുക. ഈശോയുടെ മുഖം കണ്ട് പ്രാർത്ഥിക്കുക. കരമുയർത്ത് ആരെയും നോക്കരുത്. നിലവിളിയോടെ കണ്ണുനീരോടെ വിളിക്കുക. ഈ നിമിഷം ഈശോ നിന്റെ വിളി കേട്ട് നിന്റെ അടുത്ത് വരട്ടെ. യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈശോ കടന്നു വരുന്നു. ഇപ്പോൾ ഈശോ തൊടുന്നു അനേക മക്കളെ. ഇപ്പോൾ ഈശോ ഇതാ നിന്റെ നൊമ്പരങ്ങളിലേക്ക് കടന്നു വരുന്നു. ഈശോ നിന്റെ വേദനയിലേക്ക് കടന്നു വരുന്നു. ഈശോ നിന്റെ കടബാധയിലേക്ക് കടന്നു വരുന്നു. ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. അഭിഷേകത്തിന്റെ ശക്തി ഒഴുകട്ടെ. ഈശോ കടന്നു വരട്ടെ. ഈശോ കടന്നു വരുന്നു. ഈശോ തൊടുന്നു നിന്നെ. ഈശോ നിന്റെ ശിരസിൽ കൈവയ്ക്കുന്നു. ഈശോ നിന്റെ കവിളിൽ തുടയ്ക്കുന്നു. കണ്ണുനീരൊപ്പുന്നു. ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നു. ഈശോ നിന്നെ ചേർത്ത് പിടിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിടുതൽ കിട്ടുന്നു യേശുനാമത്തിൽ. യേശുനാമത്തിൽ
യേശു തൊടുന്നു. രണ്ട് കരവും ശിരസിന് മുകളിൽ വയ്ക്ക്. ശിരസിന് മുകളിൽ രണ്ട് കരവും കമഴ്ത്തി വയ്ക്ക്. ഇതാ വചനം പറയുന്നു, ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ട് കോട്ട കെട്ടും. രണ്ട് കരവും കമഴ്ത്തി വയ്ക്ക്. നമ്മൾ നമ്മുടെ കുടുംബത്തെ, രോഗത്തെ, സാമ്പത്തിക മേഖലയെ, ഭവനത്തെ, ജീവിത പങ്കാളിയെ, മക്കളെ ഈശോയ്ക്ക് സമർപ്പിച്ചു. ഇതാ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, അനാഥരായി വിടുകയില്ല. പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും. ഇതാ യോഹന്നാൻ 7:37 മുതൽ വചനങ്ങൾ, 7:37 മുതൽ വചനങ്ങൾ. ഇതാ തിരുനാളിന്റെ അവസാന ദിവസം യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും. അവൻ ഇത് പറഞ്ഞത് അവർ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. എന്തുകൊണ്ടെന്നാൽ അതുവരെയും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഈ നിമിഷം ഇവിടെ നിൽക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം മക്കളിൽ പരിശുദ്ധാത്മാഗ്നി, പന്തക്കുസ്തായിൽ ലഭിച്ച അഗ്നി കടന്നു വരികയാ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. കുടുംബത്തെ കണ്ടു പ്രാർത്ഥിക്കുക, മക്കളെ കണ്ടു പ്രാർത്ഥിക്കുക. വരുമാന മാർഗത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നു, നിയന്ത്രിക്കുന്നു പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈശോ നിന്നോടാണ് പറഞ്ഞത്, മോനെ മോളെ, ഞാൻ നിന്നെ അനാഥനായി വിടില്ല, ഞാൻ നിന്നെ അനാഥരായിട്ട് വിടില്ല. പ്രാർത്ഥിക്കുക. കരങ്ങൾ അങ്ങനെ തന്നെ പിടിക്കുക, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കൂ. ഈശോയെ, എല്ലാ സ്വരം ഉയർത്തി, ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ. യോർദാന്റെ കരയിൽ ഈശോയുടെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണേ. ആദിമ സഭയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണേ. മാമോദീസായിലൂടെ, കൂദാശകളിലൂടെ എന്നിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവെ എന്നിൽ അഗ്നിയായി, അഭിഷേകമായി ജ്വലിക്കണേ, ജ്വലിക്കണേ. പാപത്തിന്റെ, തിന്മയുടെ എല്ലാ മുള്ളുകളും യേശുവിന്റെ പരിശുദ്ധാത്മാഗ്നിയാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി ഭാഷാവരത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഭാഷാവരം ലഭിക്കുന്നു, നാവിൽ പരിശുദ്ധാത്മാഗ്നിയുടെ അഭിഷേകം കിട്ടുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. വിട്ടുപോകുന്നു, തിന്മകൾ വിട്ടുപോകുന്നു. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, കരങ്ങൾ ഉയർത്തി. സന്തോഷത്തോടെ കരമടിച്ച്, സന്തോഷത്തോടെ കരമടിച്ച് പാടി പ്രാർത്ഥിച്ച് എല്ലാവരും ചേർന്ന് ഉണർവോടെ, ഉണർവോടെ. ഉണർവോടെ, ശക്തിയോടെ കരമടിച്ച്. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ചേർന്ന് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, ജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, ജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കരമുയർത്തി കരമടിച്ചേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. കരമുയർത്തി കരമടിക്കുക എല്ലാവരും ചേർന്ന്. തീയായി മാറ്റണമേ. ഉണർവോടെ, സന്തോഷത്തോടെ, ചിരിച്ചുകൊണ്ട്. കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഒന്ന് ഇരുവശങ്ങളിലേക്ക് കരമടിച്ച്, ഇരുവശങ്ങളിലേക്കും. അടുത്ത് നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി ഈശോയ്ക്ക് നന്ദി പറഞ്ഞു സന്തോഷത്തോടെ കരമടിച്ച്, സന്തോഷത്തോടെ, സന്തോഷത്തോടെ. യേശുവിന്റെ നാമത്തിൽ സന്തോഷിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, സന്തോഷിക്കുക. ശക്തിയോടെ, സന്തോഷത്തോടെ, ആത്മാവിന്റെ കൃപ കിട്ടിയതിനോട് നന്ദി പറഞ്ഞ് എല്ലാവരും ശക്തിയോടെ കരമടിച്ച്.
ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി കരമടിച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി ശക്തിയോടെ കരമടിച്ച് ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നെ നീ കത്തിപ്പടരണം. ശക്തിയോടെ കരമടിച്ച് ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ചേർന്ന് ആത്മാവേ എന്നെ നീ കത്തിപ്പടരണം. ശക്തിയോടെ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. സ്ത്രീഹന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്ത്രീഹന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. നമുക്കെല്ലാവർക്കും ഈശോയുടെ സ്ഥലം മുട്ടുകുത്താം. ഈശോയുടെ സ്ഥലം മുട്ടുകുത്താം. ഈശോയെ, ഞങ്ങൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈശോയെ അനുഗ്രഹിക്കണേ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭ ഒരുപാടിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു, പ്രാർത്ഥിക്കുക. സഭ പീഡിതയാണ്. സഭ പീഡിക്കപ്പെടുമ്പോൾ പീഡനമേൽക്കുന്നവർ ഇതാ ഈശോയുടെ നാമത്തിൻ്റെ പേരിൽ വേദന ഏൽക്കപ്പെടുമ്പോൾ ഓർക്കുക, അതാണ് സഭയുടെ വളർച്ച. അതിലാണ് സഭ നിൽക്കുന്നത്. കത്തോലിക്ക സഭ എന്നും വളർന്നിട്ടുള്ളത് പീഡനങ്ങളിലാണ്. സഭയുടെ അത്ഭുതകരമായ വളർച്ച പീഡനങ്ങളിലാണ്. അതിനാൽ ഉറപ്പാണ്, ഈ കാലഘട്ടത്തിൽ സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ മുമ്പെന്നത്തേക്കാളും സഭയുടെ ശുശ്രൂഷകൾ ശക്തിപ്പെടേണ്ട, സഭയിൽ പ്രാർത്ഥനകൾ ശക്തിപ്പെടേണ്ട, നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കരങ്ങൾ കൂപ്പി നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും ഈശോയെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരി. നിർമ്മലരായി ജീവിച്ചിടുവാൻ
ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മോടുകൂടെ